ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടത് പൊട്ടൻഷ്യോമീറ്ററിനെ കുറിച്ചാണ്. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ടു മെഷർ ദ EMF ഓഫ് എ സെൽ ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി ടു ടെർമിനൽസ്. ഒരു സെല്ലിന്റെ EMF മെഷർ ചെയ്യാനായിട്ടോ ഒരു സർക്യൂട്ടിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിനെ വിളിക്കുന്ന പേര് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിനെ എടുക്കുന്നു. ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആറും അതിന്റെ റെസിസ്റ്റിവിറ്റി റോയും എന്നും എടുക്കുന്നു. പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ടക്ടർ ഹാവിംഗ് ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, റെസിസ്റ്റൻസ് ആർ ആൻഡ് റെസിസ്റ്റിവിറ്റി റോ എടുക്കുന്നു. അതിനകത്തൂടെ സ്റ്റഡി കറണ്ട് I ഫ്ലോ ചെയ്ത് പോകുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അതിനകത്തൂടെ സ്റ്റഡി കറണ്ട് ആയിട്ടുള്ള I ഫ്ലോ ചെയ്ത് പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ L ലെങ്തിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഒരു ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഓംസ് ലോ പ്രകാരം V is equal to IR എന്ന് കിട്ടുന്നു. ആറിനുള്ള വാല്യൂ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? V is equal to I into ആറിന് പകരം റോ L ഡിവൈഡഡ് ബൈ A എന്ന് കൊടുക്കാൻ പറ്റും. ആ ഇക്വേഷൻ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ V is equal to I into റോ L ഡിവൈഡഡ് ബൈ A എന്നുള്ളതിൽ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുകയാണ്. I റോ ബൈ A എന്നുള്ളതിന് K എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? V is equal to K into L അല്ലെങ്കിൽ V പ്രപ്പോർഷണൽ ടു L എന്ന് എഴുതാം. കോൺസ്റ്റന്റിനെയും ഈക്വൽ സൈനെയും ചേർത്തുകൊണ്ട് V is പ്രപ്പോർഷണൽ ടു L എന്ന് എഴുതാം. ഇത് തന്നെയാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ്? ഒരു കണ്ടക്ടറിന്റെ ലെങ്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവുമായിരിക്കും, ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തുമായിരിക്കും? കൂടുതലുമായിരിക്കും. മാത്രമല്ല V/L എന്ന് വെച്ചാൽ എന്തെന്ന് എഴുതാൻ പറ്റും? നമുക്കൊരു കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ആ കോൺസ്റ്റന്റിന് നമ്മൾ വിളിക്കുന്ന പേര് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര പൊട്ടൻഷ്യലിന് ഡ്രോപ്പ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ എത്ര പൊട്ടൻഷ്യൽ എവിടെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നമ്മൾ സാധാരണ ഫൈ എന്ന അക്ഷരം കൊണ്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്തിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയതുകൊണ്ട് L ലെങ്തിൽ അല്ലെങ്കിൽ L1 ലെങ്തിന് അക്രോസ് ആയിട്ടുള്ള എത്ര പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഫൈ ഇൻറ്റു L1 മാത്രം ചെയ്താൽ മതി. കാര്യം ഫൈ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയെന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ ഏത് ലെങ്ത് തന്നാലും അതിന് അക്രോസ് ആയിട്ടുള്ള നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ. ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ ഈസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എനി ടു ടെർമിനൽസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ. പൊട്ടൻഷ്യോമീറ്റർ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെല്ലിനെ എടുക്കുകയാണ്, ഹാവിങ് EMF E1. അതിനെ മറ്റൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഈ രണ്ട് സർക്യൂട്ടും ചേരുന്നിടത്ത് ഞാനൊരു ഗാൽവനോമീറ്ററിനെയും കണക്ട് ചെയ്തു. രണ്ടാമത്തെ സെല്ലിന്റെ EMF E2 ആയിട്ട് കൊടുക്കുന്നു. ഈ ഒരു സർക്യൂട്ടിനകത്തുള്ള നെറ്റ് EMF എത്രയാണെന്ന് നമുക്ക് നോക്കണം. അതിന് മുന്നേ ആയിട്ട് E1 എന്ന സെല്ലിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? E1 എന്ന സെല്ലിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതേ സമയത്ത് E2 എന്ന് പറയുന്ന സെല്ലിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് ഇതിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്? രണ്ട് സെല്ലും ഒരുമിച്ച് കറണ്ടിന് അല്ലെങ്കിൽ രണ്ട് സെല്ലും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള നെറ്റ് കറണ്ട് എങ്ങനെയാണ് പോകുന്നത്, ഏത് ഡയറക്ഷനിലാണ്? അതൊക്കെ നമുക്ക് പഠിക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിനകത്തുള്ള EMF നമുക്ക് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇതിനകത്തുള്ള EMF എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്യുന്നു. ഏതാണത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുന്നു, ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ എടുക്കുന്നു. ദാറ്റ് മീൻസ് E1ന്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു? പോസിറ്റീവായിട്ട് കൊടുക്കുന്നു. കംപ്ലീറ്റ് ആയി കറങ്ങി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഡയറക്ഷൻ പ്രകാരം ക്ലോക്ക് വൈസിൽ വരുമ്പോൾ ഇവിടെ നിന്ന്
നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ പോകുന്നു എന്ന് വെച്ചാൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ മൈനസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ലോവർ പൊട്ടൻഷ്യൽ മൈനസ് ഹയർ പൊട്ടൻഷ്യൽ. നമ്മൾ E2ന്റെ വാല്യൂ എന്തായിട്ടേ കൊടുക്കൂ? മൈനസ് ആയിട്ടേ കൊടുക്കൂ. E2ന്റെ വാല്യൂ എന്തായിട്ടേ കൊടുക്കൂ? മൈനസ് ആയിട്ടേ കൊടുക്കൂ. എങ്ങനെയെങ്കിൽ ഇതിനകത്തുണ്ടാവുന്ന നെറ്റ് EMF എന്ന് വെച്ചാൽ എന്തായിരിക്കും? രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് E1ന്റെ ഡയറക്ഷൻ, E1 എന്ന സെല്ല് കാരണം ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. അതുപോലെ തന്നെ E2 കാരണം ഉണ്ടാവുന്നതിന്റെ ഡയറക്ഷൻ എങ്ങനെയുമായിരുന്നു? ക്ലോക്ക് വൈസുമായിരുന്നു. ഇപ്പോൾ ബേസിക്കലി ഏറ്റവും ലോ ലെവലിൽ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിന്റെ EMF 10ഉം ഇതിന്റെ EMF 12ഉം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ഏതാണ്? നമുക്ക് ഇതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതിനകത്ത് കറണ്ട് പോകുന്നത് വലിയ സെല്ലിന്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. എഫക്റ്റീവ് എന്താണ് വരുന്നത്? രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ എഫക്റ്റീവ് എത്രയായിരിക്കും? 12 മൈനസ് 10. 2 വോൾട്ട് എന്ന രീതിയിൽ വലിയ സെല്ലിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഇതിന് പകരം നമുക്കൊരു 9 ഇവിടെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇവിടെ കറണ്ട് ഏത് ഡയറക്ഷനിൽ പോകും? വലിയ സെല്ലിലുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ. വലിയ സെൽ എന്ന് പറഞ്ഞാൽ E1ന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. എത്രയായിരിക്കും റിസൾട്ടന്റ് EMF എന്ന് വെച്ചാൽ? രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. 10ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 1 വോൾട്ട് എന്ന രീതിയിൽ വലിയ സെല്ലിന്റെ E1ന്റെ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഞാൻ E2 എന്ന് പറയുന്ന സെല്ലിനെ ഒരു വേരിയബിൾ സെല്ലായിട്ട് വെക്കുകയാണ്. വേരിയബിൾ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ അതിന്റെ EMF നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നു. ഇപ്പോൾ സപ്പോസ് ഇത് 10ഉം ഇത് 12ഉം ആയിരുന്നു. കറണ്ട് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് പോകും? E2ന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് പോകുന്നു. ഇനി ഞാൻ ഇതിന്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കുന്നു, EMF കുറയ്ക്കുന്നു. E2ന്റെ EMF കുറച്ചിട്ട് 10 ആക്കുന്നു. 10 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനകത്ത് നെറ്റ് EMF എന്തായിരിക്കും? E1 മൈനസ് E2 എന്ന് വെച്ചാൽ 0 ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഇതിനകത്ത് യാതൊരു കറണ്ടും ഫ്ലോ ചെയ്ത് പോവില്ല. ഒരു സർക്യൂട്ടിൽ നമ്മൾ സെല്ലിനെ ഇതുപോലെ കണക്ട് ചെയ്യുന്നു. പോസിറ്റീവും ഒരുമിച്ച് വരുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 സെല്ലിന്റെയും EMF തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെയുള്ള കറണ്ടിന്റെ വാല്യൂ എന്താവും? 0 ആയിരിക്കും. ഇങ്ങനെ ഒരു സർക്യൂട്ടിനകത്ത് കറണ്ടിന്റെ വാല്യൂ 0 ആക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേര് ബാലൻസിങ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നു. ബാലൻസിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സീറോ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു സർക്യൂട്ടിനകത്ത് 2 സെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 സെല്ലിൽ നിന്നും വരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മളിവിടെ വരച്ച് കാണിച്ചു. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസുമാണ്. ഇത് രണ്ടും വ്യത്യസ്ത സെല്ലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും? വലിയ സെല്ലിന് എങ്ങനെയാണോ കറണ്ടിനെ കൊടുക്കാൻ കഴിയുന്നത് അതേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതിന്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? EMF എന്ന് വെച്ചാൽ രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും. ആ കണ്ടീഷനിൽ 2 സെല്ലിനും സെയിം EMF വന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെയുള്ള കറണ്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ 0 വരുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേര് ബാലൻസിങ് പ്രിൻസിപ്പിൾ, അല്ലെന്നുണ്ടെങ്കിൽ സീറോ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഇതിനകത്ത് നിന്ന് യാതൊരു കറണ്ടും പുറത്തേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് ഇതിനകത്ത് യാതൊരു വേസ്റ്റേജും ഉണ്ടാവുന്നില്ല. ബാലൻസിങ് പ്രിൻസിപ്പിളിൽ നിൽക്കുന്ന ഒരു സർക്യൂട്ടിൽ യാതൊരുവിധ വേസ്റ്റേജും അവിടെ ഉണ്ടാവുന്നില്ല. ഹീറ്റിന്റെ ഫോമിലോ ഒന്നിന്റെ ഫോമിലോ അവിടെ ഒരു വേസ്റ്റേജും ഉണ്ടാവുന്നില്ല. മാത്രമല്ല കറണ്ട് 0 ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് EMFനെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഒരു സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് EMFനെ മെഷർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മാത്രമായിരിക്കും. അപ്പം നമ്മൾ EMFന്റെ ഡെഫിനിഷൻ എന്തെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ത്രൂ ഇറ്റ്. ഒരു കറണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് പോവാത്ത സമയത്തുള്ള കണ്ടീഷനാണ് EMF മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേസ്റ്റേജ് ഒന്നും ഇല്ലാതാക്കാനും പറ്റും. സെല്ലിന്റെ EMF കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബാലൻസിങ് പ്രിൻസിപ്പിളിനെ സീറോ പ്രിൻസിപ്പിളിനെ എങ്ങനെ ഒരു പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളടുത്ത് നോക്കുന്നത്. ഈ ഒരു സർക്യൂട്ടിനകത്ത് E1ഉം E2 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ E1 ആണ് ഓവർകം ചെയ്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഹൈ ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ സീറോ പൊസിഷനിൽ ഗാൽവനോമീറ്ററിന്റെ സൂചി ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് E1 ആണ് കൂടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിന് ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കും. ഈ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കും. കാര്യം കറണ്ട് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇനി നേരെ തിരിച്ച് E2നാണ് എഫക്റ്റ് കൂടുതലെന്നുണ്ടെങ്കിൽ, EMF കൂടുതലെന്നുണ്ടെങ്കിൽ കറണ്ട് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാതെ ഗാൽവനോമീറ്റർ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്ത് കാണിക്കും? ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഇനിയിപ്പോൾ 2 സെല്ലിന്റെയും EMF തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നെറ്റ് EMF ഒന്നും തന്നെ ഉണ്ടാവില്ല. കറണ്ടും അതുവഴി ഫ്ലോ ചെയ്ത് പോവില്ല. അങ്ങനെയെങ്കിൽ ഗാൽവനോമീറ്റർ യാതൊരുവിധ ഡിഫ്ലക്ഷനും കാണിക്കില്ല.
ഇനി പൊട്ടൻഷ്യോമീറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് പഠിച്ചു തീർന്നതിന് ശേഷം നമ്മൾ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം വെച്ച് പഠിക്കും. ഞാൻ എന്താ ഇപ്പോൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെല്ലിനെ എടുക്കുന്നു, ഒരു ബാറ്ററി എടുക്കുന്നു. ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയോസ്റ്റാറ്റിനെ എടുക്കുന്നു. ആ റിയോസ്റ്റാറ്റിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷം ഒരു റെസിസ്റ്റൻസ് വയറിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു. റെസിസ്റ്റൻസ് വയറിനെ ഞാൻ എന്താ തിക്കായിട്ട് കാണിക്കുന്നു. റെസിസ്റ്റൻസ് വയറിനെ തിക്കായിട്ട് കാണിക്കേണ്ട കാര്യമില്ല, കാര്യം എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തിക്കായിട്ട് കാണിക്കുന്നു. ഈ തിക്കായിട്ട് കാണിച്ചിട്ടുള്ളത് റെസിസ്റ്റൻസ് വയറും മുകളിലുള്ളത് കണ്ടക്ടിങ് വയറുമാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താ, ഇത് റെസിസ്റ്റൻസ് വയറാണ്, ഇത് കണ്ടക്ടിങ് വയറാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വയറിന് എക്രോസ് ആയിട്ട് മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവൂ, V = IR. ഒരു റെസിസ്റ്റൻസ് വയറിന് എക്രോസ് ആയിട്ട് മാത്രമേ എന്തെവിടെ ഉണ്ടാവൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. കണ്ടക്ടിങ് വയർ ആണെന്നുണ്ടെങ്കിൽ V = IR ഇക്വേഷൻ പ്രകാരം കണ്ടക്ടിങ് വയറിന് റെസിസ്റ്റൻസ് ഇല്ല എന്ന സങ്കല്പമാണ് നമ്മൾ എടുക്കുന്നത്, പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഇല്ല എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന് എക്രോസ് ആയിട്ട് എന്തുണ്ടാവില്ല, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് എക്രോസ് ആയിട്ടൊന്നും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല എന്ന് നമ്മൾ പറയുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് പറഞ്ഞത്. അത് കുറച്ച് നമ്മളെന്താണ് ആപ്റ്റി ഫിസിക്സിലേക്ക് ഇറങ്ങിയിട്ടല്ല നമ്മൾ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. റെസിസ്റ്റൻസ് വയർ എന്തെന്ന് വെച്ചാലും കണ്ടക്ടിങ് വയർ എന്താണ്, റെസിസ്റ്റൻസ് വയറിന് എക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, കണ്ടക്ടിങ് വയറിന് എക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അത് മനസ്സിലിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ഒരു സർക്യൂട്ടിൽ ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വയറിലേക്ക് കണക്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ നിന്ന് ഒരു സെല്ലിനെ എടുക്കുകയാണ്. ഈ ഒരു സെല്ലിനെ എടുത്തതിന് ശേഷം ആ സെല്ലിൽ നിന്നും ഒരു ഗാൽവനോമീറ്റർ വഴി നമ്മൾ മീറ്റർ ബ്രിഡ്ജിന് പഠിച്ചതുപോലെ തന്നെ ഒരു ജോക്കി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ EMF E ആയിട്ട് എടുക്കുന്നു. കണക്ട് ചെയ്തതിന് ശേഷം ജോക്കി എടുത്ത് ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, പല സ്ഥലങ്ങളിലായിട്ട് ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ജോക്കി ഇവിടെ വെച്ച് ടച്ച് ചെയ്ത സമയത്ത് ഗാൽവനോമീറ്റർ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇനി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ജോക്കി ഇവിടെ വെച്ച് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് ഗാൽവനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ ഗാൽവനോമീറ്റർ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചാലും റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചാലും സർക്യൂട്ടിനകത്തൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിന് ഏതോ ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തില്ല, ലെഫ്റ്റിലേക്കും ഡിഫ്ലക്ട് ചെയ്തില്ല, റൈറ്റിലേക്കും ഡിഫ്ലക്ട് ചെയ്തില്ല. അങ്ങനെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇതിനകത്തൂടെയുള്ള കറണ്ട് 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് പ്രിൻസിപ്പിളിൽ എത്തി, നേരത്തെ പറഞ്ഞ ബാലൻസിങ് പ്രിൻസിപ്പിളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ബാലൻസിങ് പ്രിൻസിപ്പിളിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ജോക്കി മൂവ് ചെയ്തപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എന്താണ്, നെറ്റ് കറണ്ട് 0 ആണെന്ന് നമ്മൾ പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സർക്യൂട്ടിനെ എടുക്കുന്നു. ഈ ഒരു സർക്യൂട്ടിൽ കിർച്ചോഫ്സ് ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഈ സെല്ലിന്റെ EMF എന്താണോ അതായിരിക്കും ഇതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് വെച്ചാൽ. ഇവിടുത്തെ പൊട്ടൻഷ്യലും ആ കണ്ടക്ടറിൽ എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും സെയിം ആണെന്ന് പറയുന്നു. ഈ ഒരു കണ്ടക്ടറിന് ഫൈ എന്ന പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു റെസിസ്റ്റൻസ് വയറിന് ഫൈ എന്ന പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഫൈ എന്ന പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് L ആണെന്നും എടുത്തു കഴിഞ്ഞാൽ ഇതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് എഴുതാം, ഇതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫൈ L എന്ന് എഴുതാൻ പറ്റും. ഇതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തെന്ന് എഴുതാൻ പറ്റും, ഫൈ × L എന്ന് എഴുതാൻ പറ്റും. എങ്കിൽ കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സെല്ലിൽ നിന്ന് കൊടുക്കുന്ന EMF തന്നെയാണ് ഇതിന് എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവുന്നത്. അങ്ങനെയെങ്കിൽ എന്തെന്ന് എഴുതാൻ പറ്റും, E = ഫൈ L എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്ന പോയിന്റ് ഏതാണെന്ന് നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് ഡിഫ്ലക്ഷനും മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ റൈറ്റ് ഡിഫ്ലക്ഷനും കാണിച്ചു. ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിച്ചു. അതാണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈസിയായി മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ ആ ഒരു റെസിസ്റ്റൻസ് വയറിന്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എത്രയാണെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിച്ച സെല്ലിന്റെ EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്ത് പോയിട്ടില്ല. ബാലൻസിങ് പോയിന്റ് ആണ്, നമ്മുടെ ബാലൻസിങ് പ്രിൻസിപ്പിൾ ആണ്. കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തത് കൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്താൽ നമുക്ക് ആരെ തന്നെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ V = E - IR ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം. ഇതിനകത്ത് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ V = എന്തെന്ന് തന്നെ കിട്ടും, E എന്ന് തന്നെ നമുക്ക് കിട്ടുന്നു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലിന്റെ വാല്യൂവും ഫൈയുടെ വാല്യൂവും അറിയാമെന്നുണ്ടെങ്കിൽ ഇയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹെൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് EMF ഓഫ് എ സെൽ യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. ഒരു സെല്ലിന്റെ EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരുപയോഗിച്ചുകൊണ്ടാണ്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ മനസ്സിലാക്കുക, ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫൈയുടെ വാല്യൂ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൽ ഒരുപാട് എറർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു സെല്ല് കണക്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ രണ്ട് സെല്ലിനെ കണക്ട് ചെയ്യുന്നു. രണ്ട് സെല്ലിനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 2-വേ കീ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നൊരു ഗാൽവനോമീറ്ററിനെ എടുക്കുന്നു, ജോക്ക് ഇവിടെ കൊണ്ട് ടച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 1, 2, 3 എന്ന മൂന്ന് പോയിന്റും കൊടുത്തു കഴിഞ്ഞാൽ 1ഉം 3ഉം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് EMF E1ഉം E2 എടുക്കുന്നു. 1ഉം 3ഉം കൂടെ കണക്ട് ചെയ്താൽ സർക്യൂട്ടിനകത്ത് വരുന്നത് E1 എന്ന സെല്ലായിരിക്കും. E2 ഓപ്പൺ ആയിരിക്കും, വർക്ക് ചെയ്യില്ല. അപ്പൊ E1 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉപയോഗിച്ചു, പല സ്ഥലത്തായിട്ട് ജോക്കി മാറ്റി 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 ടച്ച് ചെയ്തപ്പോൾ എപ്പോഴും ഒരു സീറോ ഡിഫ്ലക്ഷൻ ഉണ്ടായി. സീറോ ഡിഫ്ലക്ഷൻ ഉണ്ടായ ലെങ്ത് നമ്മൾ നോക്കി. E1 കണക്ട് ചെയ്തപ്പോൾ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ച ലെങ്തിനെ L1 എന്ന് എടുത്തു. എങ്കിൽ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് കൊടുക്കാം? E1 ഈസ് ഈക്വൽ ടു 5L1 എന്ന് കൊടുക്കാം. ശരിയാണല്ലോ? ഒന്നാമത്തെ സെല്ല് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ബാലൻസിംഗ് ലെങ്ത് L1 എന്ന് കിട്ടി. അപ്പൊ നമുക്കവിടെ നിന്നു. അതിനുശേഷം ആദ്യം 1ഉം 3ഉം കണക്ട് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ 2ഉം 3ഉം കണക്ട് ചെയ്യുന്നു. 2ഉം 3ഉം കണക്ട് ചെയ്യുന്ന സമയത്ത് E1 എന്ന സെല്ല് അതിലില്ല, സർക്യൂട്ടിലില്ല. ആര് മാത്രമാണ് ഉള്ളത്? E2 എന്ന സെല്ല് മാത്രമാണ് ഉള്ളത്. E2 എന്ന് പറയുന്ന സെല്ല് വെച്ചിട്ട് നമ്മൾ പിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന സമയത്ത് എവിടെയോ എത്തിയപ്പോൾ ബാലൻസിങ് കണ്ടീഷനിലേക്ക് എത്തി. ബാലൻസിങ് പ്രിൻസിപ്പിൾ അപ്ലൈ ആയി, സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു. ആ ലെങ്തിന് നമ്മൾ L2 എന്ന് എടുത്തു. L2 എന്ന് പറഞ്ഞാൽ എന്താണ്? E2 എന്ന സെല്ല് കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ബാലൻസിങ് ലെങ്ത്. എങ്കിൽ ജനറൽ ഇക്വേഷൻ ആയ E is equal to 5L ഇക്വേഷൻ പ്രകാരം E2 is equal to എന്താന്ന് എഴുതാൻ പറ്റും? 5 into L2 എന്ന് എഴുതാൻ പറ്റും. രണ്ട് സെല്ലും നമ്മൾ കണക്ട് ചെയ്തത് ഈ ഒരു റെസിസ്റ്റൻസ് വയറിന് അക്രോസ് ആയതുകൊണ്ട് രണ്ട് സ്ഥലത്തും എന്ത് തന്നെ വരുന്നു? 5 തന്നെ ഉണ്ടാവുന്നു. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ 1ഉം 2ഉം ആണെന്നുണ്ടെങ്കിൽ 1/2 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ E1/E2 is equal to 5L1 divided by 5L2 എന്ന് എഴുതാം. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? E1/E2 is equal to L1/L2 എന്ന് കിട്ടും. ഈ ഒരു കണ്ടീഷൻ പ്രകാരം രണ്ട് സെല്ലിന്റെ EMFന്റെ റേഷ്യോ എടുക്കാനും നമുക്ക് ആരും ഉപയോഗിക്കാൻ പറ്റും? പൊട്ടൻഷ്യോമീറ്ററിനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ഒരു സെല്ലിനെ, E2 എന്ന് പറയുന്ന സെല്ലിനെ എനിക്ക് അറിയാവുന്നുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെല്ലായ E കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എന്തെന്ന് വരും? E1 divided by E is equal to L1/L2 എന്ന് കിട്ടുന്നു. ഇക്വേഷൻ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ E1 is equal to എന്ത് എഴുതാം? L1/L2 into E എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് എന്താണ് E എന്ന് പറയുന്ന അല്ലെങ്കിൽ E1 എന്ന് പറയുന്ന സെല്ലിന്റെ EMF കണ്ടുപിടിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം L1ന്റെയും L2ന്റെയും വാല്യൂ എടുത്താൽ മതി. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സെല്ലിന്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ബൈ ദ ഇക്വേഷൻ E1 is equal to L1/L2 into E എന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അൺനോൺ സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെന്നുണ്ടെങ്കിൽ EMF മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ചാൽ. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഏതെങ്കിലും ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാ പൊട്ടൻഷ്യോമീറ്ററിന്റെ യൂസ് എന്ന് വെച്ചാൽ, ഒന്ന് സെല്ലിന്റെ EMF കമ്പയർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഒരു സെല്ല് നമുക്ക് നോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പ്രകാരം അൺനോൺ സെല്ലിന്റെ EMF നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒന്നാമത്തെ യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ ആ പൊട്ടൻഷ്യോമീറ്ററിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന അപ്പാരറ്റസ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കുകയാണ്. ഒരു തടി കൊണ്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും, ഒരു വുഡൻ സ്ലാബ് പോലെ, ഒരു തടിയുടെ പലക പോലെ ഇരിക്കുന്ന ഒരു പലക ഉണ്ടായിരിക്കും. അതിനകത്ത് 10 മീറ്റർ വയറിനെ ഓരോ വയറും 1 മീറ്റർ എന്ന നീളത്തിൽ 10 വയേഴ്സിനെ പാരലായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. 1, 2, 3,
4, 5, 6, 7, 8, 9, 10. നമ്മൾ സാധാരണ കാണുന്ന, നിങ്ങൾ കാണുന്ന പൊട്ടൻഷ്യോമീറ്ററിനകത്ത് 10 പാരലൽ വയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 10 വയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റൻ കൊണ്ടാണ്. കോൺസ്റ്റന്റൻ കൊണ്ടോ മാംഗനീൻ കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന 10 മീറ്റർ നീളമുള്ള 10 ഓരോ മീറ്റർ വയേഴ്സിനെ എടുത്ത് പാരലാക്കി വെച്ചിട്ടുണ്ട്. ഈ വയേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഇങ്ങനെ കണക്ട് ചെയ്യും. ഇപ്പൊ ഈ വയേഴ്സ് എല്ലാം സീരീസിലായി. തുടങ്ങിയ പോയിന്റ് ഇതും എയും, അവസാനിച്ച പോയിന്റ് ഇത് ബിയും. ഇതാണ് ഒരു പൊട്ടൻഷ്യോമീറ്റർ. ഈ ഉപയോഗിച്ചിരിക്കുന്ന എ മുതൽ ബി വരെ എത്തിയിട്ടുള്ള 10 മീറ്റർ നീളമുള്ള വയറാണ് ഇതിന്റെ റെസിസ്റ്റൻസ് വയറായിട്ട് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു വയറിനെ എടുത്തിട്ട് ഇവിടെ ഒരു സെല്ലൊക്കെ കണക്ട് ചെയ്തിരുന്നായിരുന്നല്ലോ. സെല്ലൊക്കെ എടുത്ത് റിയോസ്റ്റാറ്റൊക്കെ വെച്ചത്. ഇവിടെ നമ്മൾ കാണുന്നതിനെയാണ് നമ്മളിവിടെ 10 മീറ്റർ നീളമുള്ള വയറായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10 മീറ്റർ മാത്രമൊന്നുമല്ല, പല ലെങ്തിലും പൊട്ടൻഷ്യോമീറ്റർ ഉള്ളതാണ്. നമ്മൾ പഠിക്കുന്ന 10 മീറ്റർ ആയതുകൊണ്ട് അതിന് മാത്രം ഇവിടെ പറയുന്നു. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. ഇനി ഇതിന്റെ റേ ഡയഗ്രം അല്ല, ഇനി ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. NCERTയിലുള്ള സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കണം. ഇതാണ് NCERT ടെക്സ്റ്റിലുള്ള സർക്യൂട്ട് ഡയഗ്രാം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന പാരലൽ ആയിട്ടുള്ള വയേഴ്സിനെ ഈ കാണിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇങ്ങനെ വരച്ചിരുന്ന, മുകളിൽ വരച്ചിരുന്ന ബാറ്ററിയും റിയോസ്റ്റാറ്റിനെയും എടുത്തിട്ട് താഴെ കൊടുക്കുന്നു, സൈഡിൽ കൊടുക്കുന്നു. അവിടെ നമ്മൾ ഉപയോഗിച്ച റെസിസ്റ്റൻസ് വയറാണ് ഈ 10 മീറ്റർ വയറായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. മുകളിലുണ്ടായിരുന്ന ബാറ്ററിയും റിയോസ്റ്റാറ്റിനെയും ലെഫ്റ്റ് സൈഡിൽ വെച്ചു. നമ്മളിതാ ഇവിടെ നിന്ന് ഒരു പോയിന്റിൽ നിന്നാണ് റെസിസ്റ്റൻസ് വയറിന്റെ ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ബാറ്ററിയും മറ്റ് 2 സെല്ലും നമ്മൾ കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് വയറിന്റെ എൻഡിൽ നിന്ന് എടുത്തേക്കുന്നത് പോലെ ഈ റെസിസ്റ്റൻസ് വയറിന്റെ എൻഡിൽ നിന്നും നമ്മൾ 2 സെല്ലിനെ എടുത്തു. ആ സെല്ലിൽ നിന്നും ഒരു ഗാൽവനോമീറ്റർ വഴി റെസിസ്റ്റൻസ് വയറിലേക്ക് ജോക്കി ഉപയോഗിച്ച് എത്തിച്ചു. ആ ഫിഗർ തന്നെയാണിത്. റെസിസ്റ്റൻസ് വയറിന് 2 എൻഡിലായിട്ട് നമ്മളൊരു ബാറ്ററിയും റിയോസ്റ്റാറ്റിനെയും കൊടുത്തു. റെസിസ്റ്റൻസ് വയറിന്റെ ഇതാണ് റെസിസ്റ്റൻസ് വയർ. ആ റെസിസ്റ്റൻസ് വയറിന്റെ 2 എൻഡിലായിട്ട് ബാറ്ററിയും റിയോസ്റ്റാറ്റും കൊടുത്തു. ഈ ബാറ്ററിയും റിയോസ്റ്റാറ്റും ഉൾപ്പെടുന്ന ഈ ഒരു സർക്യൂട്ടിനെ ഡ്രൈവിംഗ് സർക്യൂട്ട് എന്നൊക്കെ വിളിക്കുന്ന പേര് ഡ്രൈവിംഗ് സർക്യൂട്ട് എന്നാണ്, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ശേഷം ആ ഒരു റെസിസ്റ്റൻസ് വയറിന്റെ ഒരു എൻഡിൽ നിന്നും 2 സെല്ലുകൾ എടുത്തു. റെസിസ്റ്റൻസ് വയറിന്റെ ഒരു എൻഡിൽ നിന്നും 2 സെല്ലുകൾ എടുത്തു. 3 പോയിന്റുള്ള ഒരു 2-വേ കീ ഉപയോഗിച്ചു. ഗാൽവനോമീറ്റർ ഉപയോഗിച്ചു. 3-വേ കീ ഗാൽവനോമീറ്ററിൽ നിന്നും റെസിസ്റ്റൻസ് വയറിലേക്ക് ജോക്കി ഉപയോഗിച്ചുകൊണ്ട് ടച്ച് ചെയ്തു. ഗാൽവനോമീറ്ററിൽ നിന്നും റെസിസ്റ്റൻസ് വയറിലേക്ക് ജോക്കി ഉപയോഗിച്ച് ടച്ച് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം 1ഉം 3ഉം എന്ന കണക്ഷൻ കീ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. 1ഉം 3ഉം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ E1 എന്ന സെല്ല് വർക്കാവുന്നു. E1 എന്ന സെല്ല് വർക്കാവുന്നു. അത് ഡ്രൈവിംഗ് സർക്യൂട്ടുമായി ഇന്ററാക്ഷനിലായതിനു ശേഷം നമ്മൾ N1 എന്ന ജോക്കി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ N1 എന്ന പോയിന്റിൽ ഉപയോഗിച്ചുകൊണ്ട് E1ഉം ബാറ്ററിയുമായിട്ടുള്ള ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ N1 എന്ന് പറയുന്ന പോയിന്റിൽ ബാലൻസിങ് ലെങ്ത് കിട്ടി. N1 കിട്ടുന്നത് L1 എന്ന ലെങ്തിലാണ്. A മുതൽ ഇതുവരെയുള്ള ലെങ്ത് L1 എന്ന ലെങ്തിൽ കിട്ടുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെല്ലിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിനുശേഷം നമ്മൾ 2ഉം 3ഉം കണക്ട് ചെയ്യുന്നു. 2ഉം 3ഉം കണക്ട് ചെയ്താൽ എഫക്റ്റിൽ വരുന്നത് E2 എന്ന EMF ഉള്ള സെല്ലായിരിക്കും. ആ സെല്ല് നമ്മുടെ ബാറ്ററിയുമായിട്ട് ഡ്രൈവിംഗ് സർക്യൂട്ടുമായിട്ട് ഇന്ററാക്ഷനിലേക്ക് പെട്ട് അവരെന്ത് ചെയ്യും? ബാലൻസിങ് പോയിന്റ് അല്ലെങ്കിൽ ബാലൻസിങ് പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ആവുകയും E2വിന്റെ ബാലൻസിങ് ലെങ്ത് N2 എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുകയും ചെയ്യും. N2 എന്ന് പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ A മുതൽ L2 ലെങ്തിലുമാണ്. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു ലൂപ്പിനെ കൺസിഡർ ചെയ്യാം. 1ഉം 3ഉം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലൂപ്പ് കിട്ടും. 1ഉം 3ഉം ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? E1 കറണ്ട് ഇറങ്ങി വരും. E1 വരുന്ന കറണ്ട് പോസിറ്റീവിൽ നിന്ന് തുടങ്ങി ഇതുവഴിയൊക്കെ പോയി നെഗറ്റീവിൽ ഒന്ന് ചേരുക എന്നുള്ളതാണ് കറണ്ടിന്റെ ജോലി. അപ്പോൾ 1ഉം 3ഉം ക്ലോസ് ചെയ്ത സമയത്ത് E1 നിന്നും കറണ്ട് വരും. എയിൽ വന്ന് സർക്യൂട്ടിലൂടെ കയറി വന്ന് ഈ വയറിലൂടെ വന്ന് N1 ആണല്ലോ ഒന്നാമത്തെ സെല്ലിന്റെ ബാലൻസിങ് പോയിന്റ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. N1 വന്ന് ഗാൽവനോമീറ്റർ വഴി 3 വന്ന് 1 വന്ന് സെല്ലിലൂടെ കയറി തിരിച്ച് A എന്ന് പറയുന്ന പോയിന്റിലെത്തുന്നു. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ലൂപ്പ് ഏതാണ്? A
N1 3 1 തിരിച്ച് എയിൽ വരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ്. ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലൂപ്പിൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഫസ്റ്റ് ലൂപ്പിന്റെ ബാലൻസ് ലിങ്ക് കിട്ടിയത് L1 ആണ്. L1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു ഫൈ എൽ എന്ന ഇക്വേഷൻ പ്രകാരം E1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? E1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു L1. ഫൈ ഒക്കെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് തന്നെയാണ്. E1 ഈസ് ഈക്വൽ ടു 5L1 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇവിടെ കിടന്നോട്ടെ. ശേഷം ചെയ്യേണ്ടത് 2ഉം 3ഉം കണക്ട് ചെയ്ത് രണ്ടാമത്തെ സെല്ലിനെ കൊണ്ടുവരുന്ന ലൂപ്പ് എടുക്കണം. അപ്പം അതേതാണ് ലൂപ്പ്? ഈ 2ൽ നിന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ എ, ഈ 2ന്റെ ബാലൻസ് എലിമെന്റ് കിട്ടുന്ന N2 ആണ്. N2 ഇൻറ്റു 3 2 എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് തിരിച്ചെത്തും. അപ്പം എന്താണ് ലെങ്ത്? എ N2 3 2 എ എന്ന് പറയുന്ന ലൂപ്പ്. ആ ലൂപ്പിൽ നമുക്ക് ഇക്വേഷൻ കൊടുത്താൽ എന്ത് കിട്ടും? ആ ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന E2 എന്ന് പറയുന്ന സെല്ലാണ്. E2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? E2 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു L2. ഇനിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. E1 ബൈ E2 ചെയ്യുക. E1 ബൈ E2 ഈസ് ഈക്വൽ ടു 5L1 ഡിവൈഡഡ് ബൈ 5L2. 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ E1 ബൈ E2 ഈസ് ഈക്വൽ ടു L1 ബൈ L2. ദെൻ E1 ഈസ് ഈക്വൽ ടു L1 ബൈ L2 ഇൻറ്റു E2. E2 എന്ന് പറയുന്ന സെല്ല് നമുക്ക് അറിയാവുന്ന സെല്ലിനെ വെച്ച് കഴിഞ്ഞാൽ E1ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ സെല്ലിന്റെ EMFന്റെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് സെല്ലിന്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതിന്റെ പ്രൊസീജിയറും പ്രിൻസിപ്പിളും എല്ലാം നമ്മൾ പഠിച്ചാണ്. ഇനി എന്താണ് ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ? എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് സെല്ലിന്റെ EMF മെഷർ ചെയ്യാൻ പറ്റും. അതെന്താ? വേറൊരു മെഷീൻ ഡിവൈസ് കൊണ്ട് അപ്പാരറ്റസ് കൊണ്ട് സെല്ലിന്റെ EMF മെഷർ ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. പൊട്ടൻഷ്യോമീറ്റർ കൊണ്ട് മാത്രമാണ് സെല്ലിന്റെ EMF മെഷർ ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം E ഈസ് ഈക്വൽ ടു, അല്ലെന്നുണ്ടെങ്കിൽ V ഈസ് ഈക്വൽ ടു E മൈനസ് IR ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്ന കണ്ടീഷനിലാണ് ബാക്കി എല്ലാ ഡിവൈസും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കറണ്ട് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? നമുക്ക് കിട്ടുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമായിരിക്കും. ഈ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഇപ്പം ഏത് ടൈപ്പ്? ഞാനൊരു സെല്ല്, ഇവിടെ ഒരു ഉദാഹരണത്തിന് ഒരു സെല്ലെടുത്തു. ഈ ഒരു സെല്ലെടുത്തു. സെല്ലിന്റെ പൊട്ടൻഷ്യൽ വോൾട്ട് EMF കണ്ടുപിടിക്കാൻ ഞാനൊരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ചു. വോൾട്ട്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരിക്കലും E അല്ല, കിട്ടുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഒരു വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി, വോൾട്ട്മീറ്ററിന് ഡിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടി ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്ത് പോകും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് EMF അല്ല. EMF മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് എ അല്ലെങ്കിൽ ടെർമിനൽസ് ഓഫ് എ സെൽ ഓർ ബാറ്ററി വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. പൊട്ടൻഷ്യോമീറ്ററിലേക്ക് ഒന്ന് നോക്കി. പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത് ബാലൻസിങ് പ്രിൻസിപ്പിളിലാണ്. E1 എന്ന സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ E1ഉം ഈ ഒരു ഡ്രൈവിംഗ് സർക്യൂട്ടിലുള്ള സെല്ലും തമ്മിൽ ബാലൻസിങ് പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ആകും. അതിനുശേഷം അതിനകത്തുള്ള കറണ്ട് 0 ആവുന്നു. കറണ്ട് 0 ആയി ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ എന്ന പോയിന്റിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത്. ദെൻ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത് ബാലൻസിങ് പ്രിൻസിപ്പിളിലാണ്, 0 പ്രിൻസിപ്പിളിലാണ്. കറണ്ട് ഒന്നും അത് ഡെലിവറി ചെയ്യുന്നില്ല, വലിച്ചെടുക്കുന്നില്ല. സെല്ലിൽ നിന്നും ഒരു ശകലം പോലും കറണ്ട് വലിച്ചെടുക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ E1നെ കണ്ടുപിടിക്കുന്നത്. എങ്കിൽ അപ്പോൾ കിട്ടുന്നത് V ഈസ് ഈക്വൽ ടു E മൈനസ് IR. I എന്ന് വെച്ചാൽ 0 വരുന്നു. ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ സെല്ലിന്റെ EMF തന്നെയായിരിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണ്? പൊട്ടൻഷ്യോമീറ്റർ സെല്ലിൽ നിന്നും യാതൊരുവിധ കറണ്ടിനെയും വലിച്ചെടുക്കാത്ത സമയത്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെല്ലിന്റെ പക്ക EMF തന്നെയായിരിക്കും. അതാണ് ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? ഈ സെല്ലിന്റെ EMF കണ്ടുപിടിക്കാനായിട്ടോ സർക്യൂട്ടിനകത്തുള്ള ഏതെങ്കിലും 2 പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടോ ഉപയോഗിക്കുന്ന പാരറ്റസ് ആണ് പൊട്ടൻഷ്യോമീറ്റർ. അതിന്റെ ഒന്നാമത്തെ ഉപയോഗം നമ്മൾ പഠിച്ചു, സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ യൂസ് നമ്മളിങ്ങനെ അടുത്ത സെക്ഷനിൽ പഠിക്കും. അടുത്ത യൂസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാനതാ ഇവിടെ ഒരു ബാറ്ററി എടുക്കുകയാണ്. ബാറ്ററി ആണെങ്കിൽ അതിനകത്തൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ബാറ്ററിയുടെ പോസിറ്റീവിന് ഇതുപോലെ ഒരു എക്സ്റ്റൻഷനൊക്കെ ഉണ്ട്, അതും നമുക്കറിയാം. ഈ ബാറ്ററിയിൽ നിന്നും ഞാനൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യും, R.
ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും നമുക്കറിയാം, ബാറ്ററിയിൽ നിന്നും പോകുന്ന കറണ്ടും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ബാറ്ററിയുടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കൊരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അങ്ങനെ വിയും ഐയും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആർ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. പക്ഷേ ഈ കിട്ടുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, വി ഇസ് ഈക്വൽ ടു ഐ ആർ, ഓംസ് ലോയുടെ ഇക്വേഷൻ ഇവിടെ കിടന്നോട്ടെ. ഇതിന് ഇ എം എഫ്, സെല്ലിന്റെ ഇ എം എഫിനുള്ള ഇക്വേഷൻ എന്താണ്? ഐ ഇൻറ്റു ആർ പ്ലസ് ആർ. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസിന് പകരം കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് വരും. കാര്യം ഇ എം എഫ് വരുന്ന സമയത്തുള്ള ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചാണ്. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഐ ആറും ഉണ്ട്, ഇ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ആറും ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും ഉണ്ടെങ്കിൽ പരസ്പരം ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിനെ കണ്ടുപിടിക്കാം. ആറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? വിയും നമുക്ക് അറിയണം, ഇയും നമുക്ക് അറിയണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഇന്റേണൽ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വി കണ്ടുപിടിക്കാം? ശരിയാണ്, പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ വി കണ്ടുപിടിക്കാം? അതും പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ബാലൻസിങ് പ്രിൻസിപ്പിളിൽ അല്ലാതെ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഇ എം എഫും കണ്ടുപിടിക്കാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ബാലൻസിങ് പ്രിൻസിപ്പിളിൽ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് ഇ എം എഫ്, അല്ലാത്ത സമയത്താണെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വിയും ഇയും കണ്ടുപിടിച്ചുകൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സർക്യൂട്ടിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുകയാണ്. E1 എന്ന സെല്ലിരുന്ന സ്ഥലത്ത് ഇ എന്ന സെല്ലിനെ മാത്രമാക്കുന്നു. E2 എന്ന് പറയുന്ന സെല്ലിരുന്ന സ്ഥലത്ത് ഞാൻ റെസിസ്റ്റൻസ് ബോക്സിന് വെക്കുകയാണ്. റെസിസ്റ്റൻസ് ബോക്സിന് വെക്കുന്നു. റെസിസ്റ്റൻസ് ബോക്സിനെ വെച്ചതിന് ശേഷം റെസിസ്റ്റൻസ് ബോക്സ് പറയുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ എഴുതിയിട്ട് രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടേക്കാം. വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷനും ഇ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ആർ എന്ന ഇക്വേഷനും ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ ഒന്നാമത്തെ സെല്ലിനെ മാറ്റി ഇ എന്ന ഇ എം എഫ് ഉള്ള സെല്ലും വെച്ചു. രണ്ടാമത്തെ സെല്ലിനെ മാറ്റിയിട്ട് റെസിസ്റ്റൻസ് ബോക്സിനെയും വെച്ചു. റെസിസ്റ്റൻസ് ബോക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ബാക്കിയൊന്നും വ്യത്യാസമൊന്നുമില്ല, ഡ്രൈവിംഗ് സർക്യൂട്ടിലൊന്നും വ്യത്യാസമില്ല. ഫസ്റ്റ് ചെയ്യുന്നത് 1ഉം 3യും കൂടി കണക്ട് ചെയ്യുന്നു. 1ഉം 3യും കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു? E1 എന്ന സെല്ല് സർക്യൂട്ടിൽ വരികയും E1 എന്ന സെല്ല് സർക്യൂട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് L1 എന്ന ലെങ്തിൽ N1 എന്ന പോയിന്റിൽ തന്നെ ബാലൻസിങ് ലെങ്ത് കിട്ടുന്നു. ആ സമയത്ത് നമുക്ക് ഇക്വേഷൻ എന്തെന്ന് എഴുതാം? E ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ബാലൻസിങ് ലെങ്ത് കിട്ടുന്ന L1ലാണെങ്കിൽ L1 എന്ന് എഴുതാം. ഓക്കെ. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് 1ഉം 3 എന്ന് പറയുന്ന കീയും ക്ലോസ് ചെയ്യുന്നു, 2ഉം 3 എന്ന് പറയുന്ന കീയും ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. ആ രണ്ടാമത് ബാലൻസിങ് ലെങ്ത് കിട്ടുന്നത് N2 എന്ന് പറയുന്ന പോയിന്റിൽ L2 എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്നു. അപ്പോൾ എന്താ രണ്ടാമത്തതിലുമായിട്ട് വ്യത്യാസം? രണ്ടാമത്തതിലുമായിട്ടുള്ള വ്യത്യാസം എന്താ? ഈ ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നു. ആര് കാരണം? ഈ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ ഇരിക്കുന്നത് കാരണം ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ എഫക്റ്റും ഇതിന്റെ ടോട്ടൽ എഫക്റ്റും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്നു. പക്ഷേ ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആര് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമുക്ക് കിട്ടുന്നത് സെല്ലിന്റെ ഇ എം എഫ് ആണോ? അല്ല, ആദ്യം കിട്ടിയതാണ് ഇ എം എഫ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിരുന്നു എങ്കിൽ ഇതിനകത്ത് ഒരു കറണ്ടും പോകുന്നില്ല. നൾ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്യാതിരുന്നുള്ള സ്റ്റേജ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ ഇതും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു കറണ്ട് ഫ്ലോ ചെയ്ത് പോകും. ബാറ്ററിയിൽ നിന്നും കറണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ബാറ്ററിയിൽ നിന്നും കറണ്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇക്വേഷൻ എന്ത് വരും? 5 ഇൻറ്റു L2 എന്ന് കിട്ടും. ഈ ടോട്ടലിൽ ഉണ്ടാവുന്നത് നമ്മൾ ഇക്വേഷൻ പ്രകാരം വി ഈസ് ഈക്വൽ ടു 5L2 എന്ന് എഴുതി. എന്താ ഇവിടെ ഇയും ഇവിടെ വിയും വരാൻ കാരണം? ഫസ്റ്റ് കേസിൽ RB റെസിസ്റ്റൻസ് ബോക്സ് ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ഇതിൽ നിന്നും കറണ്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. ആ ഉണ്ടായ കറണ്ടിനെ ആര് ക്യാൻസൽ ചെയ്ത് കളയാണ്? ഉണ്ടാവാൻ സമ്മതിക്കില്ല, ഡ്രൈവിംഗ് സർക്യൂട്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ തന്നെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ കേസിൽ
രണ്ടും കൂടി വരുന്നു. ആ സമയത്ത് ഈ ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് കിടന്ന് കറങ്ങും. അങ്ങനെ ഉള്ളത് കൊണ്ട് V is equal to 5 into L2 നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞതിൽ. നമുക്ക് +2 ലെവല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് E/V എത്രയാണെന്ന് അറിയാവോ? E/V ഇതിൽ നിന്ന് എന്തെന്ന് എഴുതാം? 5L1 divided by 5L2 which is equal to L1 divided by L2. അപ്പൊ നമുക്ക് E/V is equal to എന്ത് കിട്ടി? L1/L2 എന്ന് കിട്ടി. ഇനി ഇതാ ഇവിടെയും ഒരു ഇയും ഇവിടെയും ഒരു വിയും നമ്മൾ തൊട്ട് മുന്നേ എടുത്ത് വെച്ചിട്ടില്ലേ? ആ E/V ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ആ E/V എന്ന് പറഞ്ഞാൽ എന്താണ്? I into R plus R divided by IR എന്ന് വെച്ചാൽ എന്താണ്? ഇതാണല്ലോ E/V എന്ന് വെച്ചാൽ എന്താണ്? ഐയും ഐയും ക്യാൻസൽ ചെയ്താൽ R/R ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതിനെ ഒന്ന് LCM ആക്കി കഴിഞ്ഞാൽ 1 + R/R എന്ന് എഴുതാം. അപ്പോൾ ഇത് E/Vക്ക് തുല്യമാണല്ലോ. E/Vക്ക് തുല്യം തന്നെയാണ് എന്ത്? L1/L2. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? L1/L2 is equal to 1 + R/R എന്ന് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടി. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്? R/R is equal to L1/L2 - 1 എന്ന് എഴുതാം. R/R is equal to L1/L2 - 1. ഇവിടെ നിന്ന് R is equal to എന്തെന്ന് എഴുതാം? L1/L2 - 1 into R. ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കീ ഓപ്പൺ ചെയ്തിരുന്നപ്പോൾ റെസിസ്റ്റൻസ് ബോക്സുമായിട്ടുള്ള കീ ഓപ്പൺ ചെയ്തിരുന്നപ്പോൾ കിട്ടിയ ബാലൻസിങ് ലെങ്തും റെസിസ്റ്റൻസ് ബോക്സുമായിട്ടുള്ള കീ ക്ലോസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ബാലൻസിങ് ലെങ്തും അറിയാമെന്നുണ്ടെങ്കിലും ആ ബാലൻസിങ് ലെങ്ത് കിട്ടാൻ വേണ്ടി റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുത്തതും എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ സെല്ലിന്റെ എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട്? പൊട്ടൻഷ്യോമീറ്റർ എന്ന അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട്. ഇനി ഇതിന്റെ ടാബുലർ കോളത്തിന് എന്തൊക്കെ വരും നോക്കാം. ടാബുലർ കോളം ആരൊക്കെയാണ്? L1ഉം L2ഉം Rഉം 3 ടേബിൾ മാത്രമാണ് അവിടെ എന്തിൽ വരുന്നത്? ടാബുലർ കോളത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ? ഫസ്റ്റ് കോളത്തിൽ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഊരിയത് എന്നുള്ളത് ആ സമയത്ത് കിട്ടുന്ന L1ഉം L2ന്റെയും വാല്യൂ നമ്മൾ എഴുതുന്നു. L1ന്റെയും L2ന്റെയും വാല്യൂ നമ്മൾ എഴുതുന്നു. അത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? Rന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് ആദ്യം റെസിസ്റ്റൻസ് നിന്ന് 2 ohm ഊരും. അപ്പോൾ 1ഉം L1ഉം L2ഉം കണ്ടുപിടിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. രണ്ടാമത് റെസിസ്റ്റൻസ് ബോക്സ് ഒന്ന് സപ്പോസ് 4 ohm റിലീസ് ചെയ്യുന്നു. L1ഉം L2ഉം കണ്ടുപിടിക്കുന്നു. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു 3-4 വാല്യൂ എടുത്തിട്ട് അതിന്റെ ആവറേജ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇത് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ താഴത്തെ ലെവൽ, കുറച്ചും കൂടെ ഡീപ്പ് ലെവലിൽ നമ്മൾ ഇറങ്ങിയിട്ട് ആ ടാബുലർ കോളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇത് മാത്രം മതി, ഇതുവരെ മാത്രം മതി. R is equal to L1/L2 - 1 into R എന്ന ഇക്വേഷൻ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ സെഷനിൽ ചോദിക്കുക.